ആമയിഴഞ്ചൻ തോട്ടിലെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ആരംഭിച്ചിട്ടുണ്ട്. യോഗത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, റെയിൽവേ പ്രതിനിധി അടക്കം പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സമഗ്രമായ ഒരു പ്രശ്നപരിഹാരം എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട. യോഗം എപ്പോഴാണ് അവസാനിക്കുക? ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ജന, ഏതായാലും മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര ഉന്നതതല യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൃത്യം 11:30-ക്ക് തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ആമയിഴഞ്ചൻ തോട്ടിൽ ജോയ് മരണപ്പെട്ട സംഭവം, അതേ തുടർന്നാണ് ഈ ഒരു മാലിന്യ പ്രശ്നം ഇത്രത്തോളം ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിഷയം കൂടുതൽ ചർച്ചയാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. ഈ യോഗത്തിൽ പ്രധാനമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, ജനപ്രതിനിധിമാർ പങ്കെടുക്കുന്നുണ്ട്. അതിന് പുറമെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ, അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ മാലിന്യ നീക്കം സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ്. റെയിൽവേയുടെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിലവിലേതായാലും തിരുവനന്തപുരം നഗരസഭ ഒരു റിപ്പോർട്ട് ഈ യോഗത്തിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും എത്തി അവർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. മാലിന്യ നീക്കം ഏത് രീതിയിലാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ എന്നത് സംബന്ധിച്ച് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് ഈ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി യോഗങ്ങൾ വിളിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും റെയിൽവേ ഇതുവരെ സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ഏതായാലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് DRM യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ റെയിൽവേക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, മാലിന്യ നീക്കം ഏത് രീതിയിൽ അവിടെ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേക്ക് യോഗത്തിൽ വിശദീകരിക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക. ഏതായാലും റെയിൽവേയിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നുണ്ട്. അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവിടെ നിന്നും നീക്കം ചെയ്യാനും സംസ്കരിക്കേണ്ടതും ഉണ്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തന്നെയായിരിക്കും ഈ യോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുക. അഞ്ജന. ശരി, എന്തായാലും സമഗ്രമായൊരു പ്രശ്നപരിഹാരം എന്നത് തന്നെയാണ് യോഗം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട.